വിധിയിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് ആശ്വാസകരമാകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇനിയിപ്പോൾ 10,000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇക്കാര്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. 5,000 കോടി രൂപ അനുവദിക്കാമെന്നാണ് കേന്ദ്രം നിലപാടെടുത്തിരിക്കുന്നത്. ഈ നിർദ്ദേശം കേരളവും അംഗീകരിച്ചിട്ടില്ല. ഇടക്കാല ഉത്തരവിനായി ഹർജി ഈ മാസം 21-ന് വാദം കേൾക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് നൽകും വിവരങ്ങൾ. ശ്യാമ, കേരളത്തിന് ആശ്വാസകരമാകുന്ന ഒരു നിലപാടായിരുന്നു ഇന്നലെ സുപ്രീം കോടതി സ്വീകരിച്ചത്. ഇന്നിപ്പോൾ 10,000 കോടി വേണമെന്ന് കേരളം ആവശ്യപ്പെടുന്നു. പറ്റില്ലെന്ന് കേന്ദ്രം പറയുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ കേരളം തയ്യാറാകുന്നുമില്ല. ഏതൊക്കെ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്? ഈ കേസ് ഇനിയിപ്പോൾ എപ്പോഴാണ് ഇടക്കാല ഉത്തരവുണ്ടാവുക? കേരളത്തിന് അങ്ങേയറ്റം നിരാശാജനകമായ ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിച്ചത്. ഏകീകൃത മാനദണ്ഡമാണ് ഈ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ ഏകീകൃതമായ ഒരു മാനദണ്ഡമാണ് സ്വീകരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകാനാവില്ല, അതായത് കേരളത്തിന് മാത്രമായി ഇളവ് നൽകാനാവില്ല. ഇക്കാര്യം ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകുന്നില്ല, അല്ലെങ്കിൽ അക്കാര്യം അത് വിവേചനമാണ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാനുമാവില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഹർജി നിലനിൽക്കുന്നതല്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് നിലപാടായി ആദ്യമേ തന്നെ വാദമായി ഉയർത്തുകയും ചെയ്തത്. വിവിധ അക്കൗണ്ടുകളിലായി കോടികൾ നിലവിൽ അതിന്റെ പരിധിയോളം തന്നെ കേരളത്തിന് കടമെടുക്കാൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിന് നിലവിൽ കടമെടുക്കാൻ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ കേരളത്തിനൊരു പ്ലാൻ ബി ഉണ്ട് എന്ന കാര്യം ധനമന്ത്രി അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവുമാണ് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ച ഒരു കാര്യം 5,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാം എന്ന കാര്യമാണ്. പക്ഷേ അതിലൊരു നിബന്ധന കൂടി, ഉപാധി കൂടി വെച്ചാണ് 5,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 9 മാസത്തെ കടമെടുപ്പിൽ നിന്ന് ഈ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ 5,000 കോടി രൂപ കുറയ്ക്കും എന്ന ഉപാധിയോടുകൂടിയാണ് കേന്ദ്രം അത്തരമൊരു നിർദ്ദേശം വെച്ചത്. പക്ഷേ കേരളം അതിനെ എതിർത്തു. അത്തരമൊരു ഉപാധിയുടെ 5,000 കോടി രൂപ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് സുപ്രീം കോടതിയിൽ കേരളത്തിന് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ നിലപാട് അറിയിച്ചത്. ഒരു 10,000 കോടി രൂപയെങ്കിലും വേണം. അത്രത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം. കടമെടുക്കാൻ അവകാശമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറയുന്നത്. പക്ഷേ കേരളത്തിന് കടമെടുക്കാൻ അവകാശമുണ്ട്. അവകാശമില്ല എങ്കിൽ കേരളത്തിന്റെ ഹർജി തള്ളിക്കോളൂ എന്നും അങ്ങേയറ്റം നിരാശാജനകമായ രീതിയിലാണ് ഒരു വാദം കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഉയർത്തുകയും ചെയ്തത്. മാത്രമല്ല, കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരമൊരു അവകാശം കേരളത്തിനുള്ളത്, കടമെടുക്കാനുള്ള അവകാശമുള്ളത്. അത് അനുവദിക്കുന്നില്ല എന്നാണ് കേരളം പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ കേരളത്തിന് നിരാശയുണ്ട് എന്നുകൂടി കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ സമവായ ചർച്ചകൾ പൂർത്തിയായോ എന്ന് സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു. എന്നാൽ സമവായ ചർച്ചകൾ പരാജയപ്പെട്ടു. ഇനിയൊരു സമവായ ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്ന കാര്യം കേരളം അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് 21-ന് ഇടക്കാല ഉത്തരവിനായി വിശദമായ വാദം കേൾക്കാൻ വേണ്ടി സുപ്രീം കോടതി ഈ ഹർജി മാറ്റുകയും ചെയ്തത്. 21-ന് രാവിലെ 10:30-ക്ക് ഈ കേരളത്തിന്റെ ഹർജിയിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സുപ്രീം കോടതി 21-ാം തീയതി സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിടുക എന്നത് തന്നെയാണ് ഏറെ നിർണായകം. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച വാദങ്ങൾ നിരാശപ്പെടുത്തുന്നതായിരുന്നു ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. 10,000 കോടി വേണമെന്ന് കേരളം വാദിച്ചപ്പോൾ 5,000 കോടി അനുവദിക്കാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. പക്ഷേ അത് അടുത്ത തവണത്തെ കടമെടുപ്പിൽ നിന്നും വെട്ടിക്കുറയ്ക്കും എന്ന് പറഞ്ഞു. അത് കേരളം അംഗീകരിക്കാൻ തയ്യാറായില്ല. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി